രണ്ട് സംഖ്യകളുടെ തുക 60ഉം വ്യത്യാസം 30ഉം ആയാൽ അതിലെ വലിയ സംഖ്യ എത്ര? സോ നമ്മൾ രണ്ട് സംഖ്യകൾ എന്ത് ചെയ്തു? എക്സ് ആൻഡ് വൈ എന്ന് എടുക്കുന്നു. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 60 എന്നും എക്സ് മൈനസ് വൈ ഈക്വൽ ടു 30 എന്നും എഴുതാൻ പറ്റും. ഇനി നമ്മൾ രണ്ടെണ്ണം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2x ഈക്വൽ ടു 90 എന്ന് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ എക്സ് എന്താണ്? 45. പക്ഷേ ഇതിൽ നമുക്ക് എന്താ വലിയ സംഖ്യയാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് വൈയും കൂടെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? y ഈക്വൽ ടു 45 ബൈ മൈനസ് 30 ഈക്വൽ ടു 15. y 15ആണ്. അപ്പോൾ വലിയ സംഖ്യ 45. ഒരാൾ 105 രൂപ നൽകി ഒരേ വിലയുള്ള 7 നോട്ട് ബുക്കുകൾ വാങ്ങി എങ്കിൽ ഒരു നോട്ട് ബുക്കിൻ്റെ വില എത്ര? ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. 105 രൂപയാണ് 7 ബുക്കിനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു ബുക്കിൻ്റെ വില 105 ബൈ 7 15 കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സംഖ്യയിൽ നിന്ന് 20 കൂട്ടാനും 12 കുറയ്ക്കാനും ഒരു വിദ്യാർത്ഥിയോട് ആവശ്യപ്പെട്ടു. അവൻ അബദ്ധത്തിൽ 12 കൂട്ടി 20 കുറക്കുന്നു. അവൻ്റെ ഉത്തരം 18 ആണെങ്കിൽ ശരിയായ ഉത്തരം എന്താണ്? അതായത് ആദ്യം നമുക്ക് കുട്ടിയോട് ചെയ്യാൻ പറഞ്ഞ കണക്ക് എഴുതാം. എക്സ് പ്ലസ് 20 മൈനസ് 12 അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 8 നമുക്കതിനെ എഴുതാൻ പറ്റും. എക്സ് പ്ലസ് 8. അതുപോലെ കുട്ടി ചെയ്ത സംഖ്യയാണ് എന്ത്? എക്സിനെ കൊണ്ട് 12 കൂട്ടിയിട്ട് 20 കുറച്ചു. അങ്ങനെയാകുമ്പോൾ നമുക്കിതിനെ എക്സ് മൈനസ് 8 എന്ന് എഴുതാം. അതിൻ്റെ ആൻസർ നമുക്ക് തന്നിട്ടുണ്ട്. എക്സ് മൈനസ് 8 എന്താണ്? 18ആണ്. അങ്ങനെ ആ ഒരു കണക്കിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്താം? എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എക്സിൻ്റെ വാല്യൂ 26 എന്ന് കിട്ടും. അതായത് 18 പ്ലസ് 8 26. സോ നമുക്ക് കുട്ടിയോട് ചെയ്യാൻ പറഞ്ഞ കണക്ക് നോക്കാം. എക്സ് പ്ലസ് 8 ആണ്, അത് 34ആണ്. മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് മൈനസ് 5 ആണെങ്കിൽ എക്സ് കണ്ടുപിടിക്കുക. മോഡുലസ് എന്താണെന്ന് നമുക്ക് നോക്കാം. മോഡുലസ് എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യ നമ്മൾ അതിനുള്ളിൽ എഴുതിയാൽ, ഈ രണ്ട് വരകൾക്കിടയിൽ എഴുതിയാൽ അതിൻ്റെ വാല്യൂ മാത്രമേ നമ്മൾ നോക്കുള്ളൂ, അതിൻ്റെ ചിഹ്നം നമ്മൾ നോക്കില്ല. അതായത് -5നും +5നും നമ്മൾ 5ആണ് എടുക്കുന്നത്. ഇനി തന്ന കണക്ക് പ്രകാരം മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 സമം മോഡുലസ് ഓഫ് എക്സ് മൈനസ് 5 എന്നാണ്. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 1 എന്നത് മൈനസ് ഓഫ് എക്സ് മൈനസ് 5 എന്ന് എഴുതാം. കാരണം എക്സ് മൈനസ് 1 ഒരിക്കലും എക്സ് മൈനസ് 5ന് സമമായില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ എഴുതാം. എന്നിട്ടതിന് എക്സ് മൈനസ് 1 മൈനസ് എക്സ് പ്ലസ് 5 എന്ന് കിട്ടും. അങ്ങനെയാകുമ്പോൾ 2x 6 എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് എക്സ് എന്നാൽ 3 എന്ന് ഉത്തരം കിട്ടുന്നതാണ്. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുക.